ഇന്നത്തെ വീഡിയോയിൽ 2023 പുറത്തു വന്ന 10 സീരിയസിന്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അധികവും ത്രില്ലർ സീരിയസുകളാണ്. ക്രൈം ത്രില്ലർ, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, സർവൈവൽ ത്രില്ലർ, ഇങ്ങനെയുള്ള ത്രില്ലർ സീരിയസുകളാണ് അധികവും. 2 ഡ്രാമ സീരിയസുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് തന്നെയായാലും ത്രില്ലർ സിനിമകൾ, സീരിയസുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കണ്ടിരിക്കേണ്ട സീരിയസുകൾ തന്നെയാണ് 10 അധികം ടൈം ഞാൻ എടുക്കുന്നില്ല. 10-13 മിനിറ്റിനുള്ളിൽ മൊത്തം സീരിയസിന്റെ വിശേഷങ്ങളും പറയും. അപ്പൊ എന്തായാലും നമുക്ക് അതിലോട്ട് പോകാം. പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് വീഡിയോയെ പറ്റിയുള്ളതായാലും അല്ലെങ്കിൽ സീരിയസിനെ പറ്റിയുള്ളതായാലും എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് സീരിയസിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. നമസ്കാരം, മൂവീസ് അറൗണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പറഞ്ഞ പോലെ തന്നെ 10ാമത്തെ പൊസിഷനിലുള്ളത് 2023 പുറത്തു വന്ന ഒരു പഞ്ചാബി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ് കോറ. കല്യാണത്തിന് 2 ദിവസം മുന്നേ കാടിനുള്ളിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന കല്യാണ ചെറുക്കന്റെ കേസ് ഏറ്റെടുത്ത് കളത്തിലിറങ്ങുന്ന പോലീസ് ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും, ഇവർ രണ്ടുപേരും കൂടി ഈ കേസ് സോൾവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീട് മുന്നോട്ട് സീരീസിലുള്ളത്. എന്തായാലും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സീരീസ് തന്നെയാണ് ഇത്. ഓരോ എപ്പിസോഡ് തീരുമ്പോഴും അടുത്ത എപ്പിസോഡിലോട്ടുള്ള ഒരു ത്രില്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് ഇട്ട് തന്നെയാണ് ഇവര് സീരീസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കും സീരീസിൽ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് എന്ന് കരുതി ഞാൻ സീരീസിനെ ഓവറായിട്ട് അങ്ങ് ബിൽഡ് ചെയ്യുന്നില്ല. അപ് ടു എൻഡ് അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എൻഡിങ് കാര്യങ്ങൾ ഉണ്ട് എന്നൊന്നും ഞാൻ പറയുന്നുമില്ല. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാം. ഒരു നല്ല അനുഭവം സീരീസ് നൽകും. 7 out of 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. നെറ്റ്ഫ്ലിക്സിൽ സീരീസ് അവൈലബിൾ ആണ്. ഫാമിലിക്കും കുട്ടികൾക്കും ഒന്നും ഒരേപോലെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം തുടങ്ങുമ്പോൾ തന്നെ അഡൽട്ട് ഫുള്ളിയാണ്, പിന്നെ മുന്നോട്ടുള്ള കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇതുപോലെ തന്നെ 9ാമത്തെ പൊസിഷനിലുള്ള സീരീസ് 2023 തന്നെ പുറത്തു വന്ന ഒരു തമിഴ് പൊളിറ്റിക്കൽ ത്രില്ലർ സീരീസ് ആണ് ചെങ്കളം. സീരീസിന്റെ ആരംഭം ഒരു 2 കഥ എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞു തുടങ്ങുന്നത്. ഒരു 3 സഹോദരങ്ങള്, അവര് ചില കൊലകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവര് പോലീസിന്റെ പിടിയിൽപ്പെടാതെ ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കുകയാണ്. ഇവരെന്തിനാണ് ഈ കൊലകളൊക്കെ ചെയ്തത് എന്നും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു ഭാഗവും. അതുപോലെ തന്നെ 2ാമത്തെ ഭാഗത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു വലിയ ഫാമിലി, അവരാണ് വർഷങ്ങളായിട്ട് ആ നാട്ടിലെ കൗൺസിലറും ചെയർമാനും ഒക്കെ. ഇത് ഇവരുടെ കുടുംബപരമായിട്ടുള്ള അവകാശമാണ് എന്നുള്ള രീതിയിലാണ് ഇവരിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും ഇവരെ തോണ്ടാനും ചൊറിയാനും ഒന്നും ആരും പെട്ടെന്ന് കയറി അങ്ങ് വരത്തില്ല, കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ഒരു ഘട്ടം വരുമ്പോൾ ഈ 2 കഥയും ഒന്നിക്കുന്നുണ്ട്. പിന്നീട് മുന്നോട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. എനിക്കിതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് അതിന്റെ കാസ്റ്റിങ്ങും അതുപോലെ എഡിറ്റിംഗ് ഒക്കെ തന്നെയാണ്. അതൊക്കെ തന്നെയാണ് സീരീസിനെ അത്രത്തോളം ഒരു എൻഗേജിങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഓവറോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് സീരീസ് തന്നു. പൊളിറ്റിക്കൽ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സീരീസ് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. 2-3 എപ്പിസോഡ്, ആദ്യത്തെ 2ാമത്തെ എപ്പിസോഡിന് ശേഷമാണ്, 3 മുതലാണ് എനിക്ക് കുറച്ചുകൂടി എൻഗേജിങ്ങോ അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ട് വന്നത്. കാരണം ആദ്യത്തെ 2 എപ്പിസോഡ് എന്ന് പറയുന്നത് കഥയുടെ ആരംഭം എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 3ാമത്തെ എപ്പിസോഡ് മുതലാണ് എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് സീരീസ് വന്നത്. എന്തായാലും പൊളിറ്റിക്കൽ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും സീരീസ് നല്ലൊരു അനുഭവം നൽകും. C5 സീരീസ് അവൈലബിൾ ആണ്. 7 out of 10 തന്നെയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഫാമിലിക്കും കുട്ടികൾക്കും ഒരേപോലെ തന്നെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതുപോലെ തന്നെ 8th പൊസിഷനിലുള്ളത് 2023 പുറത്തു വന്ന ഒരു ജർമ്മൻ സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസ് ആണ് ഡിയർ ചൈൽഡ്. കഥയുടെ ആരംഭത്തിൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പോലെ ഒന്ന്, അതിനുള്ളിൽ 3 പേരാണ്, ഒരു അമ്മയും 2 മക്കളും ഉണ്ട്. അപ്പൊ ഇവരുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ടൈം ടേബിൾ പോലെയാണ്. കറക്റ്റ് ഇന്ന സമയത്ത് എഴുന്നേൽക്കണം, കറക്റ്റ് ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം, ഈ ഒരു രീതിയിലാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഇരിക്കെ ഈ വീട് ഒരാൾ വന്ന് പുറത്തുനിന്ന് തുറക്കുകയാണ്, അതായത് പുറത്തുനിന്ന് താക്കോലിട്ട് തുറക്കുകയാണ്. അത് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ 3 പേരെ ഇയാൾ വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്നതാണ്. എന്തായാലും ഈ മനുഷ്യൻ വന്ന ഉടനെ വീട്ടിലുള്ള എല്ലാവരും വന്ന് അയാളുടെ നേരെ നിന്ന് ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. കൈ അയാൾ ചെക്ക് ചെയ്യുന്നു. അമ്മയുടെ കയ്യിൽ വരുമ്പോൾ ചില പരിക്കുകളൊക്കെ കാണും. ഇത് കണ്ട ഉടനെ ഇയാൾ ടെൻഷനാവുകയാണ്, വല്ലാണ്ട് ടെൻഷനാവുന്നു. പിന്നെ ഇവിടെ കട്ടാവുന്ന സീൻ പിന്നെ കാണിക്കുന്നത് ഈ അമ്മ ഈ വീട്ടിൽ നിന്നും വളരെ ടെൻഷനായിട്ട് ഇറങ്ങി ഓടുന്നതാണ്. കാടിനുള്ളിലൂടെയാണ് ഓടുന്നത്. ഓടി ഒരു റോഡിൽ വന്ന് കയറുന്നു, ഒരു വാഹനം ഇടിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ഒരു ആംബുലൻസിൽ ഈ അമ്മേനെ കൊണ്ടുപോകുന്നതായിട്ടാണ്. ഈ ടൈമിൽ ഈ വീട്ടിലുണ്ടായിരുന്ന മോളും ഈ അമ്മയുടെ കൂടെ ഉണ്ട്. ഈ മോൾ എങ്ങനെ ഈ ആംബുലൻസിനുള്ളിൽ വന്നു എന്നുള്ളതൊന്നും അപ്പൊ കാണിക്കുന്നില്ല. പിന്നെ മുന്നോട്ട് പോകുന്നത് അപ് ടു എൻഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്ന് അറിഞ്ഞു തന്നെയാണ് സീരീസ് പിന്നെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി അത് ഇത്രത്തോളം എൻഗേജിങ്ങും ത്രില്ലിങ്ങും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നിറച്ച് എങ്ങനെ മേക്ക് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം.
ആദ്യത്തെ 3 എപ്പിസോഡിനെ പറ്റി ഒന്നും പറയേണ്ടതില്ല. അത്രയ്ക്ക് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ആദ്യത്തെ 3 എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതിനകത്ത് പെർഫോം ചെയ്ത ആ കൊച്ചുകുട്ടിയുടെ പെർഫോമൻസ് ആയാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അത്രയ്ക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ പെർഫോമൻസ് എന്ന രൂപത്തിലാണ് അതും വന്നത്. എന്തായാലും മിസ്റ്ററി ത്രില്ലർ, സൈക്കോളജിക്കൽ ത്രില്ലർ, ഈ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ സീരീസ് നൽകും. പിന്നെ ഇതൊരു മിനി വെബ് സീരീസ് ആണ്. സോ ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് കാണണം. 7.5 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. സീരീസ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഫാമിലിക്കും കുട്ടികൾക്കും ഒന്നും ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത്രത്തോളം അഡൾട്ട്സ് കണ്ടന്റ് സീരീസിലുണ്ട്. ഇതുപോലെ തന്നെ 7th പൊസിഷനിലുള്ള സീരീസ് 2023 പുറത്തു വന്ന ഒരു അമേരിക്കൻ ഹൊറർ ഓർ ഡ്രാമ ത്രില്ലർ സീരീസ് ആണ് ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് ദ ഉഷർ. സീരീസിന്റെ ആരംഭം ഒരു ഫാർമസ്യൂട്ടിക് കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള റോഡ്രിക് ഉഷറിന്റെ കുടുംബത്തിൽ നടക്കുന്ന സീരിയൽ കില്ലിംഗിന്റെ കേസ് അത് അന്വേഷിക്കാൻ എത്തുന്ന ഓഫീസറുടെ മുന്നിലുള്ള റോഡ്രിക്കിന്റെ തുറന്നു പറച്ചിലാണ്. അങ്ങനെയാണ് സീരീസിന്റെ ആരംഭം വരുന്നത്. പിന്നെ മുന്നോട്ടുള്ള ഓരോ എപ്പിസോഡും മിസ്റ്ററി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. കൊണ്ടുവന്നേക്കുന്ന ഹൊറർ എലമെന്റ് ആണെങ്കിൽ പോലും ആ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ അല്ല, അതിൽ വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സീരീസ് അത്രത്തോളം എൻഗേജിങ് ആകുന്നത്. എനിവേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു അനുഭവം തന്നെയാണ് സീരീസ് തന്നത്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. 7.6 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഇതും ഫാമിലിയും കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപോലെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സീരീസ് അല്ല. അതുപോലെയുള്ള കണ്ടന്റുകൾ സീരീസിനുള്ളിൽ ഉണ്ട്. ഇതുപോലെ തന്നെ 6ാമത്തെ പൊസിഷനിലുള്ള സീരീസ് 2023 പുറത്തു വന്ന ഒരു മലയാളം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ്. ഇതിനെപ്പറ്റി ഒത്തിരി ഞാൻ പറയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം ഓൾറെഡി ഇത് മലയാളികളെല്ലാം കണ്ടതായിരിക്കണം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഒരു ലോഡ്ജിൽ നടക്കുന്ന ഒരു യുവതിയുടെ കൊലപാതകവും അത് അന്വേഷിച്ച് കളത്തിലിറങ്ങുന്ന പോലീസ് ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ കഥാനായകനും അദ്ദേഹത്തിന്റെ ടീമും. ഇങ്ങനെയാണ് കഥ ആരംഭിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആ ഒരു പോലീസ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടീം അവരനുഭവിക്കേണ്ടി വരുന്ന ആ ഒരു സ്ട്രഗിള് അത് പ്രസന്റ് ചെയ്ത രീതിയാണ്. അത് തന്നെയാണ് ഓരോ എപ്പിസോഡ് കവർ ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിലോട്ട് നോക്കുമ്പോൾ ഇപ്പൊ ലാലിന്റെ ആയാലും അജു വർഗീസിന്റെ ആയാലും പെർഫോമൻസും അടിപൊളിയായിട്ട് തന്നെ സീരീസിൽ വന്നിട്ടുണ്ട്. സീരീസിന് അതൊക്കെ വലിയ ബലം തന്നെയാണ്. എനിവേ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സീരീസും നല്ലൊരു അനുഭവം നൽകും. 7.6 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ സീരീസ് അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവര് തീർച്ചയായിട്ടും കാണുക. ഇതുപോലെ തന്നെ 5th പൊസിഷനിലുള്ളത് 2023 പുറത്തു വന്ന ഒരു ഹിന്ദി ഡ്രാമ സീരീസ് ആണ് ദ റെയിൽവേ. 1984 ഭോപ്പാലിലുണ്ടായ രാസവാതക ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു അത്. അപ്പൊ അതിലകപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാനായിട്ട് റെയിൽവേ എംപ്ലോയീസ് തങ്ങളുടെ ജീവൻ പണയം വെച്ച് ഇറങ്ങിത്തിരിക്കുന്നതായിട്ടാണ് കഥ ആരംഭിക്കുന്നത്. എനിക്കിതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ഓവറോൾ ആ ഒരു പ്രൊഡക്ഷൻ ഡിസൈനിങ് ടീമിന്റെ വർക്ക് തന്നെയാണ്. ഇപ്പൊ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ കാണുമ്പോൾ അതിൽ സെറ്റ് ചെയ്ത ഒറിജിനൽ ഏതെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് അവരവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതുപോലെ തന്നെ ഓവറോൾ സിനിമാറ്റോഗ്രാഫി ആയാലും ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ ഒരു ഏരിയൽ ഷോട്ട് കാണിക്കുന്നുണ്ട്. കുറെ ഡെഡ് ബോഡീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള ഏരിയൽ ഷോട്ട് കാണിക്കുന്നുണ്ട്. മനസ്സിലൊരു വിങ്ങൽ കൊണ്ടുവരുന്ന രീതിയിലായിരുന്നു ആ ഒരു സീനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും ജനറൽ ഓഡിയൻസിനും അതുപോലെ തന്നെ റിയലിസ്റ്റിക് ഡ്രാമ ആ ഒരു രൂപത്തിൽ വരുന്ന സീരീസുകൾ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒരേ രീതിയിൽ നല്ലൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സീരീസ് തന്നെയായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത്. 7.6 ഔട്ട് ഓഫ് 10 തന്നെയാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. സീരീസ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ തന്നെ കാണാം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ചില ന്യൂഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സ്കിപ്പ് ചെയ്താൽ മതിയാകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇതുപോലെ തന്നെ 4th പൊസിഷനിലുള്ളത് 2023 പുറത്തു വന്ന ഒരു തെലുങ്ക് ക്രൈം ഹൊറർ ത്രില്ലർ സീരീസ് ആണ് ദൂത. സീരീസിന്റെ ആരംഭത്തിൽ നമ്മുടെ കഥാനായകന് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി. അപ്പൊ അതിന്റെ ആഘോഷവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫാമിലി ആയിട്ട് അദ്ദേഹം വീട്ടിലോട്ട് മടങ്ങി വരുവാണ്. വരുന്ന വഴിക്ക് കാറിന്റെ പെട്രോൾ തീരുന്നു. അവര് സൈഡിൽ ഒതുക്കിയിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണം, ആരെങ്കിലും വിളിക്കണോ, ഇങ്ങനെ ചിന്തിക്കുവാണ്. ഈ ടൈമിൽ അവിടെ ഒരു ആക്സിഡന്റ് നടക്കുന്നു. ഒരു ലോറി വന്ന് ഈ കാറിൽ ഇടിക്കുന്നു. പക്ഷെ ഇതാരും കരുതിക്കൂട്ടി ചെയ്തതല്ല, അല്ലെങ്കിൽ ആക്സിഡന്റലി നോർമലായിട്ട് നടന്ന ഒരു കാര്യവുമല്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഈ ഒരു മിസ്റ്ററി അവർ എല്ലാ എപ്പിസോഡിലും കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം. അതുപോലെ തന്നെ അതിന്റെ ആ മേക്കിംഗ്, ഹൊറർ എലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് ഉണ്ട് സീരീസിനുള്ളിൽ അതുണ്ട് എങ്കിലും അതിലുപരി ആ ഒരു ത്രില്ലിങ്, ആ ഒരു ത്രില്ലർ തന്നെയാണ് സീരീസിന് പ്രാധാന്യം കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് സീരീസ് നമുക്ക് തരുന്നത്. എന്തായാലും എല്ലാ ഓഡിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സീരീസ് തന്നെയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. 7.7 ഔട്ട് ഓഫ് 10 ആണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ആമസോൺ പ്രൈമിൽ മലയാളം ഡബിൽ വരെ സീരീസ് അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കാണുക. ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഒരേപോലെ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു സീരീസ് തന്നെയായിട്ടാണ് എനിക്ക് ഇത് ഫീൽ ചെയ്തത്.
ഇതുപോലെ തന്നെ തേർഡ് പൊസിഷനിലുള്ള സീരീസ് 2023 പുറത്തു വന്ന ഒരു ഫാന്റസി സീരീസ് ആണ് ഡെത്ത് ഗെയിം. ഒരു സാധാരണ മിഡിൽ ക്ലാസ് മാന്റെ പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കഥാനായകൻ. അതായത് പഠനമൊക്കെ കഴിഞ്ഞു, പക്ഷെ നല്ലൊരു ജോലിയില്ല, ജോലി അന്വേഷിക്കുന്നുണ്ട്, ജോലി കിട്ടുന്നില്ല. പിന്നെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു ലവർ ഉണ്ട്, പുള്ളിക്കാരിക്ക് നല്ലൊരു ജോലിയുണ്ട്, പുള്ളിക്കാരി ആ ജോലിയിൽ സെറ്റിൽഡ് ആണ്. നായകന് മാത്രം ജോലിയില്ല. ഇങ്ങനെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ കുറെ കഴിയുമ്പോൾ വേറൊരു ജോലി, ഒരു ഇന്റർവ്യൂ വരുന്നു, നല്ല ജോലിക്കുള്ള ഒരു ഇന്റർവ്യൂ വരുന്നു, പോയി അറ്റൻഡ് ചെയ്യുന്നു, പക്ഷെ അവിടെയും റിജക്ഷൻ. അപ്പൊ ഇതൊക്കെ കാരണം മനസ്സും അടുത്ത് നമ്മുടെ നായകൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. ആത്മഹത്യ ചെയ്ത ശേഷം കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ നായകൻ ഒരു ഫ്ലൈറ്റിനുള്ളിലാണ്. അവിടെ പക്ഷെ അദ്ദേഹത്തിന്റെ രൂപമല്ല, വേറൊരാളുടെ രൂപമാണ്. അടുത്ത ഒരാളുണ്ട്, അത് പുള്ളിക്കാരി വേണമെങ്കിൽ നമുക്ക് മരണദേവതയായിട്ട് എടുക്കാം. പുള്ളിക്കാരി വന്ന് നമ്മുടെ നായകനോട് പറയുകയാണ്, നീ എന്നെ അപമാനിച്ചു, ആത്മഹത്യ ചെയ്തത് നീ എന്നെ അപമാനിച്ചു, നിന്റെ ജീവൻ നീ തന്നെ ഒടുക്കി, നീ അപമാനിച്ചു, അതുകൊണ്ട് നിനക്ക് ശിക്ഷയുണ്ട്. അടുത്തതൊരു 12 രൂപങ്ങളിൽ നീ വീണ്ടും ജീവിക്കും. ഈ 12 രൂപങ്ങൾക്കും മരണമുണ്ട്, പക്ഷെ അത് വേണമെങ്കിൽ നിനക്ക് അതിനുള്ള സൊല്യൂഷനുണ്ട്, അത് നിനക്ക് പരിഹരിക്കാം. അപ്പൊ ഇങ്ങനെയൊരു ഇത് കൊടുക്കുവാണ് ഈ ദേവത. പിന്നെ മുന്നോട്ട് നടക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. തീർച്ചയായിട്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഈ സീരീസ് തരുന്നത്. അപ്പോൾ ഈ ഫാന്റസി എന്നൊക്കെ കാണുമ്പോൾ പലരും ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. പക്ഷെ വ്യത്യസ്തത ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് നിങ്ങൾക്ക് കാണാം. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് സീരീസ് തരും. മാത്രമല്ല നല്ലൊരു ആശയവും ഈ സീരീസ് നമുക്ക് തരുന്നുണ്ട്. പിന്നെ കൊറിയൻ സീരീസ് ആയാലും സിനിമയായാലും ഇമോഷൻസിന്റെ കാര്യത്തിൽ അവർ ഗ്യാരണ്ടിയാണ്. ക്ലൈമാക്സ് ഒക്കെ അത്രത്തോളം എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിച്ച ഒരു സീരീസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. 7.7 ഔട്ട് ഓഫ് 10 തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. സീരീസ് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കാണുക. ഫാമിലി വാച്ചബിൾ ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് ഇത്. ഇതുപോലെ തന്നെ സെക്കൻഡ് പൊസിഷനിലുള്ളത് 2023 പുറത്തു വന്ന ഒരു ഹിന്ദി സർവൈവൽ ഡ്രാമ ഓർ ത്രില്ലർ സീരീസ് ആണ് കാലാപാനി. കൊറോണ വന്നു പോയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതുപോലെ ഒരു ഡിസീസ്, ഒരു രോഗം ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലുള്ള ആൾക്കാരെ വന്ന് ബാധിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ടൂറിസം, അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ജീവിച്ചു പോകുന്നത്. ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഈ അസുഖം ഇവരെ വന്ന് ബാധിക്കുന്നത്. കോമൺ ആയിട്ടുള്ള കുറെ സിംറ്റംസ് ഇതിന് കാണിക്കുന്നുണ്ട്, ഈ അസുഖം ബാധിച്ചവരിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത് ബാധിച്ചവർ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, അഡ്മിറ്റ് ആകുന്നു. കുറെ നാളുകൾക്ക് ചികിത്സയ്ക്ക് ശേഷം ഈ രോഗം ഭേദമായി എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് ഇവർക്ക് വിക്കല് വരികയും പിന്നെ ഇവർ കൊടൂരമായിട്ട് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേക അസുഖമാണിത്. അപ്പൊ ഇത് അവിടെയുള്ള ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്കാർക്ക് മാത്രമേ ഇത് ബാധിക്കുന്നില്ല, ഈ അസുഖം ബാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഇട്ട് മുന്നോട്ട് പോകുന്ന ഒരു സീരീസാണ്. ലാസ്റ്റ് ഇവർ സർവൈവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് സീരീസിൽ മുന്നോട്ട് പറയുന്നത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അപ് ടു ഡ്രാമയാണ്. ഈ സീരീസ് ഒരു കംപ്ലീറ്റ് ഡ്രാമ മോഡൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഓരോ എപ്പിസോഡും നമ്മളെ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കുറച്ച് മിസ്റ്ററി, അല്ലെങ്കിൽ കുറച്ച് ത്രില്ലർ, ഇല്ലെങ്കിൽ കുറെ ഇമോഷൻസ്, ഇങ്ങനെ ഇതെല്ലാം ഇട്ട് ഓരോ എപ്പിസോഡിലും ഇതെല്ലാം ഇട്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് ആയാലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സീരീസിന് അതൊക്കെ വലിയ ബലം തന്നെയാണ്. ഓവറോൾ ആ ഒരു മേക്കിംഗ് ഒക്കെ എനിക്ക് നല്ലപോലെ തന്നെ ഫീൽ ചെയ്തൊരു കാര്യമായിരുന്നു സീരീസ്. പ്രത്യേകിച്ച് ഈ ഡ്രാമ, സർവൈവൽ ഡ്രാമ ഓർ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി സീരീസ് തന്നെയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. 7.7 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. സീരീസ് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഫാമിലി ആയിട്ടും കുട്ടികളും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ് ഇത്. ഇതുപോലെ ഫസ്റ്റ് പൊസിഷനിലുള്ളത് ഒരു ബ്രിട്ടീഷ് സയൻസ് ഫിക്ഷൻ ക്രൈം ത്രില്ലർ സീരീസ് ആണ് ബോഡീസ്. സീരീസ് ആരംഭിക്കുന്നത് 2023 ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ഓഫീസർ ആയിട്ടുള്ള നമ്മുടെ കഥാനായിക ഒരാളെ ചേസ് ചെയ്യുകയാണ്. പൊതുസ്ഥലത്ത് അപകടകരമായ സാഹചര്യത്തിന് തോക്കം പിടിച്ച് നിൽക്കുന്ന കണ്ടിട്ടാണ് ഇയാളെ ചേസ് ചെയ്യുന്നത്. ചേസ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഷെഡ് പോലെ വന്ന് അതിനുള്ളിൽ കയറി അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നത്. അയാളുടെ ഇടത് കണ്ണിൽ വെടിയേറ്റിട്ടാണ് മരണപ്പെട്ട് കിടക്കുന്നത്. ബുള്ളറ്റ് ഉള്ളിൽ പോയിട്ടുണ്ട്. ഉടൻ തന്നെ ആംബുലൻസ് വിളിക്കുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോഴാണ് ഫസ്റ്റ് സർപ്രൈസ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ പോയ ഈ ബുള്ളറ്റ് കാണാനില്ല. അതായത് ഒരു ബുള്ളറ്റ് ഉള്ളിൽ പോയിട്ടുണ്ടല്ലോ, അങ്ങനെയാണല്ലോ മരണപ്പെട്ടത്. പുറത്ത് പോയതിന്റെ ലക്ഷണവും ഈ ബുള്ളറ്റ് എടുത്തതിന്റെ ലക്ഷണവും ഒന്നും കാണാനുമില്ല. ഇത് ഉള്ളിൽ പോയ ബുള്ളറ്റ് കാണാനില്ല. ഇവിടെ കട്ടാവുന്ന സീൻ പിന്നെ ഓപ്പൺ ആവുന്ന 1941 അവിടെയും ഇതേപോലെ ഒരു ഇൻസിഡന്റ്, ഒരു ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് ചേസ് ചെയ്യുന്നു, വരുന്നു. മരണപ്പെട്ട് കിടക്കുന്ന ആള് 2023 മരണപ്പെട്ട് കിടക്കുന്ന സെയിം ആള് തന്നെയാണ്. അവിടെ ബുള്ളറ്റും കാണാനില്ല. ആൾക്ക് മാറ്റമില്ല, മരണപ്പെട്ട് കിടക്കുന്ന ആൾക്ക് മാറ്റമില്ല. ഡിറ്റക്റ്റീവ് വേറെ ആളാണ്. ഇതിവിടെ കട്ടാവുന്നു 1890 ഓപ്പൺ ആണ്. ഇതേ സെയിം ഇൻസിഡന്റ്, സെയിം ആള്, മരണപ്പെട്ട് കിടക്കുന്നത് സെയിം ആള്, ഡിറ്റക്റ്റീവ് വേറെയാണ്. അവിടെയും കട്ടാവുന്നു 2053 ഓപ്പൺ ആണ്. ഇവിടെയും മരണപ്പെട്ട് കിടക്കുന്നത് സെയിം ആള്, പക്ഷെ ഡിറ്റക്റ്റീവ് വേറെ. 4 ഡിറ്റക്റ്റീവ്, മരണപ്പെട്ട് കിടക്കുന്ന ഒരേ ആള്.
ഈ ഇട്ട ബോംബ് ഓരോ എപ്പിസോഡിലും പൊട്ടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സീരീസ്. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ ഈ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും ഇതിനകത്ത് ടൈം ട്രാവലോ ടൈം ലൂപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് കാണും എന്നുള്ളത് മനസ്സിലായി കാണും. അതുപോലെ തന്നെ സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസുകൾ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവർക്ക് തീർച്ചയായിട്ടും മൈൻഡ് ബ്ലോവിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സീരീസ് തന്നെയാണ് ഇത്. അങ്ങനെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓൾ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്ക്, പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും വളരെ നന്നായിട്ട് തന്നെ സീരീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എനിക്കത് തോന്നി. പ്രത്യേകിച്ച് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവരുന്ന രീതി, അതൊക്കെ എനിക്ക് നല്ലപോലെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യം തന്നെയായിരുന്നു. എന്തായാലും 7.8 ഔട്ട് ഓഫ് 10 ആണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റിംഗ്. ഈ സീരീസും ഫാമിലിക്കും കുട്ടികൾക്കും ഒരേപോലെ കാണാൻ പറ്റുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ, ഇതുപോലെയുള്ള സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കാണുക. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള നല്ല നല്ല സീരീസുകൾ, നല്ല നല്ല സിനിമകൾ, ഇതിന്റെയൊക്കെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും നന്ദി.